നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മന്ത്രി വി ശിവൻകുട്ടിയെ തന്നെ പോരാട്ടത്തിന് ഇറക്കാൻ CPM. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കാലേക്കൂട്ടി കളത്തിലിറങ്ങാൻ CPM ഒരുങ്ങുന്നത്. കോൺഗ്രസും ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താൻ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമായി നേമം മാറും. 100% ഞാൻ മത്സരിക്കും. ഞാൻ കോൺസ്റ്റിറ്റ്യുവൻസി പറയാം, നേമം കോൺസ്റ്റിറ്റ്യുവൻസി ഞാൻ മത്സരിക്കും. നേമത്ത് പൂട്ടി അക്കൗണ്ട് തുറക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയത്തിന്റെ താക്കോലുമായി രാജീവ് ചന്ദ്രശേഖർ എത്തും. തടുക്കാൻ എന്തിനും പോകുന്ന ഒരാൾ തന്നെ വേണം CPM-ന്. നേമത്തിന്റെ MLA-യും വിദ്യാഭ്യാസ മന്ത്രിയുമായി വി ശിവൻകുട്ടിയെ തന്നെ കളത്തിലിറക്കാനാണ് CPM-ലെ ധാരണ. 2 ടേം നിബന്ധന CPM നിർബന്ധമാക്കാത്തതിനാൽ അതും തടസ്സമല്ല. നേമത്ത് BJP-യുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് ഇനി ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ പൂട്ടിയേക്ക്. 2016 O രാജഗോപാലിലൂടെ BJP നേമത്ത് വിജയിച്ചത്. 2021 കുമ്മൻ രാജശേഖരനെ പരാജയപ്പെടുത്തി വി ശിവൻകുട്ടി നേമം തിരിച്ചുപിടിച്ചു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമത്തെ 15 വാർഡുകളിൽ BJP-ക്കുള്ള മുൻതൂക്കം വലിയ ആത്മവിശ്വാസമാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ വ്യക്തിപ്രഭാവം വോട്ടാകുമെന്നാണ് BJP കണക്കുകൂട്ടൽ. വി ശിവൻകുട്ടിയുടെ വ്യക്തിബന്ധമാണ് CPM-ന് കരുത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ K മുരളീധരനിലൂടെ വീണ്ടെടുത്ത കോൺഗ്രസിന്റെ വീര്യം കെടാതെ കാക്കാൻ അവർക്കും കരുത്തു തെളിയിച്ചേ മതിയാകൂ. കോളേജ് പഠനകാലത്ത് ഫുട്ബോൾ മൈതാനത്ത് ഗോൾ കീപ്പറായിരുന്നു ശിവൻകുട്ടി. എതിരാളികളുടെ മിന്നൽ ഷോട്ടുകൾ തടുത്ത് ഗോൾ വല കാക്കുന്ന കരുത്തൻ. ഗോൾ അടിക്കാനും ഗോൾ വല കാക്കാനും ശിവൻകുട്ടിക്ക് കഴിയുമെന്ന് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു. കളി കാര്യമാക്കാൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇക്കുറി നേരിട്ടിറങ്ങുമ്പോൾ മൈതാനം അറിഞ്ഞു കളിക്കണം ശിവൻകുട്ടിയും CPM-ഉം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.